ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മളിപ്പോൾ സെൻട്രൽ ലണ്ടനിലാണുള്ളത്. ഇന്നത്തെ ഔട്ടിംഗ് ഒരു മ്യൂസിയത്തിലേക്കാണ്. അങ്ങനെ നടന്ന് ഞങ്ങൾ മ്യൂസിയത്താറ്. ഇന്ന് അത്യാവശ്യം നല്ല ബിസി ഡേ ആണെന്ന് തോന്നുന്നു. കാരണം ഇന്ന് പബ്ലിക്കിൻ്റെയും അതുപോലെ തന്നെ സ്കൂൾ സ്റ്റുഡൻസിൻ്റെയും നല്ല റഷുണ്ട്. ഇതാണ് ഇന്ന് നമ്മൾ പോകുന്ന ലണ്ടൻ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം. മ്യൂസിയത്തിൻ്റെ ഔട്ട്സൈഡ് ഒരു കോർണറിൽ നിന്നുള്ള വ്യൂ ആണിത്. ഇതാണ് ഈ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ട് വ്യൂ. ഇതാണ് കോറൽ റീഫ്. അത് 430 മില്യൺ വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു പവിഴപ്പുറ്റാണിത്. കോലം മാറി ഇങ്ങനെയായെന്നുള്ളൂ. അങ്ങനെ നമ്മൾ മ്യൂസിയത്തിന്റെ കോമ്പൗണ്ടിന്റെ ഉള്ളിലേക്ക് കയറുമ്പോഴുള്ള കാഴ്ചകൾ ഇതൊക്കെയാണ്. ഡൈനോസറിന്റെ സ്കെലറ്റൻ മോഡൽ, അതുപോലെ അമോണൈറ്റ് പേവ്മെന്റ്, പവിഴപ്പുറ്റുകൾ, അതുപോലെ ചോക്സി, ഇതൊക്കെ ഇവർ ഈ കോമ്പൗണ്ടിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് വിസിറ്റേഴ്സിന് കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ അങ്ങനെ എല്ലാം നോക്കി കോമ്പൗണ്ടിലൂടെ നടന്നു. ഇനി നമുക്ക് മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാം ഗൈസ്. അങ്ങനെ നമ്മൾ എൻ്റർ ചെയ്തു. വന്നപ്പോൾ ഗൈസ് ഫ്രണ്ടിൽ തന്നെ ഐ തിങ്ക് ഇറ്റ്സ് എ വെയിൽ സ്കെൽട്ടൺ. ഓഷ്യനിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഫിഷ്. ഇവിടെ നല്ല റഷാണ് ഗൈസ്. ഇത് നമ്മൾ നേരത്തെ കണ്ട സ്വാർഡ് ഫിഷില്ലേ, അതിൻ്റെ സ്കെൽറ്റനാണ്. ഇതിൽ ഫസ്റ്റത്തെ ഔറോക്സ് സ്കൾ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഹൗസ് സ്കൾ. നമ്മുടെ പശുവിൻ്റെ തലയാണ്. ഇത് പണ്ട് കാലത്ത്, അതായത് 10,000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പശു പോലത്തെ ഒരു സാധനം. ഇതിൻ്റെ പേരെന്താണ്? ഔറോക്സ്. ഔറോക്സിൻ്റെ തലയൊട്ടി. രണ്ടെണ്ണത്തിൻ്റെ ഡിഫറൻസ് ഉണ്ടോ? രണ്ട് തലയൊട്ടിയുടെ. ജെല്ലി ഫിഷാണ്. മൂൺ ജെല്ലി ഫിഷ് ആൻഡ് കോമ്പസ് ജെല്ലി ഫിഷ്. ഇത് പലതരത്തിലുള്ള തേനീച്ചകളാണ്. ഗൈസ്, ഈ കാണുന്നത് തിമിംഗലത്തിന്റെ ഇയർ വാക്സ് പ്ലഗ് ആണ്. ഇത് കുറെ മിനറൽസ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എറിത്രൈറ്റ്, സെക്കൻഡ് വൺ കാരലൈറ്റ്, തേർഡ് വൺ കൊബാൾട്ട്. എന്തായാലും ഇതിൻ്റെയൊക്കെ ഭംഗി. ഇത് കാണുന്നത് പസഫിക് ഓഷ്യനിൽ 13,000 അടി മുതൽ 16,000 അടി വരെ താഴ്ചയിൽ കാണുന്ന കുറേ ലിവിങ് ഓർഗാനിസംസ്. അത് പ്രോസസ്
ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇവിടെയുള്ള ഓരോ ഡിസ്പ്ലേയുടെയും സൈഡിൽ ഇങ്ങനെ ഒരു ഇൻസ്ട്രുമെന്റ് വെച്ചിട്ടുണ്ട്. ആ ഡിസ്പ്ലേയിൽ എന്താണോ അതിന്റെ ഡിസ്ക്രിപ്ഷൻ നമുക്ക് ഹെഡ്ഫോണിലൂടെ കേൾക്കാൻ സാധിക്കും. ഈ കാണുന്ന ആനിമൽസ് എല്ലാം സ്റ്റഫ്ഡ് ആണ്, പക്ഷെ ഇതിന്റെ സ്കിന്നും ഫറും ഫെതേഴ്സും അതെല്ലാം ഒറിജിനലാണ്. പക്ഷെ അതിന്റെ സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയിട്ട് അവർ സ്കൾപ്ചേർഡ് ഫോം അല്ലെങ്കിൽ ഫൈബർ ഗ്ലാസ് മാനിഫോൾഡ് വെച്ചാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കളിപ്പിക്കാൻ പറ്റിയ സാധനം ചീറ്റ. ടൈഗർ, ലെപ്പർഡ്, ലയൺ, ചീറ്റ, അതുപോലെ പോളാർ ബിയർ. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ആനിമൽസിനെയും ഇവർ അതുപോലെ തന്നെ അതിൻ്റെ ഒറിജിനാലിറ്റി നഷ്ടപ്പെടാത്ത രീതിയിൽ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് കടൽ ജീവികളുടെ സെക്ഷൻ എത്തി. ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കടലിലെ ലിവിങ് ഓർഗാനിസംസ് എല്ലാം ആർട്ടിഫിഷ്യൽ ആണ്. ബട്ട് അതിൻ്റെ സ്ട്രക്ചറും അതുപോലെ ഡയമെൻഷൻസും എല്ലാം നമുക്ക് റിയൽ ആയിട്ട് തന്നെ ഫീൽ ആവും. ഇതിലൂടെ ശരിക്കും എല്ലാം വാച്ച് ചെയ്ത് ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് വേറൊരു വേൾഡിലെത്തിയ ഫീലായിരുന്നു. അതെന്താണ് അവിടെ ചെയ്യുന്നത്? കറക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അത് കഴിഞ്ഞ് ഞങ്ങൾ എത്തിയത് എലഫൻറ്റിൻ്റെ മോഡൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലത്താണ്. ഇവിടെ എല്ലാവരും റീക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ ട്രൂ സൈസിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വെൽ ഗ്രൗൺ ആഫ്രിക്കൻ എലഫൻറ്റിൻ്റെ ആ ഹൈറ്റും അതിൻ്റെ കൊമ്പിൻ്റെ ലെങ്ത്തും എല്ലാം നമുക്ക് റിയലായിട്ട് തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെ കണ്ട് വന്ന് ഞങ്ങൾ ഡൈനോസേഴ്സിൻ്റെ സെക്ഷൻ എത്തി. ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ വെൽക്കം ചെയ്യാൻ എത്തിയത് ഒരു ടീറക്സ് ആയിരുന്നു. സത്യത്തിൽ ആ ക്രിസ്മസ് ഡ്രസ്സും ആ തൊപ്പിയൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഒറിജിനലായിട്ട് തന്നെ ഫീൽ ചെയ്യുമായിരുന്നു. അതുപോലെയാണ് അവരത് അവിടെ സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത്. അങ്ങനെ കുറച്ചു നേരം അത് വാച്ച് ചെയ്തിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോയി. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡൈനോസേഴ്സിൻ്റെ പലതരത്തിലുള്ള ഫോസിലുകൾ, അതുപോലെ തന്നെ എഗ്ഗുകൾ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കിൻസ്, വേൾഡിൻ്റെ പല ഏരിയകളിൽ നിന്ന് ഡിസ്കവർ ചെയ്തിട്ടുള്ള പാർട്സുകൾ, പല ഡൈനോസേഴ്സിൻ്റെയും ട്രൂ സൈസിലുള്ള സ്കെയിൽ മോഡലുകൾ, അതെല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ഞങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ കറക്റ്റ് ജുറാസിക് പാർക്ക് സിനിമയാണ് ഓർമ്മ വന്നത്. ഇതൊക്കെ കണ്ടാൽ നമുക്ക് ഒറിജിനൽ ആണല്ലേ ഫീൽ ആവുള്ളൂ. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ മ്യൂസിയത്തിൻ്റെ ഒരു ഹാഫ് പോർഷനെ കണ്ടിട്ടുള്ളൂ. ഇനിയും ഒരു 50% കൂടി കാണാൻ കിടക്കുന്നുണ്ട്. പക്ഷേ മ്യൂസിയം ക്ലോസ് ചെയ്യാൻ ടൈം ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. വേറൊരു ദിവസം കാണാനായിട്ട് പിന്നെയും വരാമെന്ന് ഓർത്തു.
ഇത്ര നടന്നതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു ഗൈസ്. സോ ഞങ്ങൾ അടുത്തുള്ള ഒരു KFCന്ന് ഫുഡും വാങ്ങിച്ച് കഴിച്ച് പതിയെ വീട്ടിലേക്ക് നടക്കാണ്. സോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.